വയനാട് പൂതാടി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ അയനിമല എന്ന് പറയുന്നൊരു ഉന്നതിയുണ്ട്. അവിടെയുള്ള മനുഷ്യർക്ക് മഴക്കാലം എന്നാൽ പേടി സ്വപ്നമാണ്. കാരണം അവർക്ക് അവരുടെ ഉന്നതിയിലേക്ക് കടക്കാൻ പാലമില്ല, ഒരു മുളമ്പാലമാണുള്ളത്. അതിൽ തന്നെ പേടിച്ച് പേടിച്ച് വേണം അവർക്ക് കടക്കാൻ. ആ നാട്ടിലെ മനുഷ്യർ അവർ നവകേരള മാർച്ചിൻ്റെ സമയത്ത് സർക്കാരിനോടൊരു പാലം ആവശ്യപ്പെട്ടു. സർക്കാർ അത് ആ അപേക്ഷ വളരെ ഗൗരവത്തോടെ സ്വീകരിക്കുകയും പാലവും ഫണ്ടും അനുവദിക്കുകയും ചെയ്തു. പക്ഷേ പാലം നൽകില്ല എന്ന വിചിത്ര നിലപാടാണ് UDF ഭരിക്കുന്ന പഞ്ചായത്തും സ്വീകരിച്ചിരിക്കുന്നത്. എന്തായിരിക്കാം കാരണം? നമുക്കൊന്ന് കണ്ടുവരാം ആ നാട്ടിലെ മനുഷ്യരുടെ ദുരവസ്ഥ. പൂതാടി പഞ്ചായത്തിലെ നടവയലിൽ നിന്നും ചീങ്ങോട് ഭാഗത്തേക്ക് പോകണം. അയനിമല ഉന്നതിയിലേക്ക് വയലും കാടും ചേർന്ന നടവരമ്പും കടന്ന് പുഴയരികിലെത്തും. പുഴയിലൂടെ നടക്കണം. അതല്ലെങ്കിൽ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉന്നതിയിലെ വീട്ടുകാരും ചേർന്നുണ്ടാക്കിയ മുളപ്പാലം കടക്കണം. ജീവൻ പണയം വെച്ചുള്ള യാത്ര അനുഭവിച്ചറിയണം. താഴെ കുത്തിയൊലിക്കുന്ന പുഴ, മുകളിൽ പൊട്ടിപ്പൊളിഞ്ഞ ഈ പാലത്തിലൂടെ വേണം കുഞ്ഞുങ്ങളടക്കം കടന്നെത്താൻ. ഞങ്ങൾക്ക് പോലും ഏറെ ഭയമായിരുന്നു. ജീവൻ പണയം വെച്ച് വേണം ഇതിലൂടെ കടന്നു വരാൻ. വണ്ടി വരാനുള്ള സാധ്യത നമുക്ക് ഇല്ല. പാലം ഉണ്ടായിരുന്നു, അതും പൊളിഞ്ഞു പോയി. ഇപ്പോൾ ഒരു മഴപ്പാലം ഇവിടെ ഫോറസ്റ്റ് ഭാഗം കെട്ടി തന്നു. അതിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകും. റേഷൻ കടന്ന് അരി കൊണ്ടുവരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത്രയും ദിവസം എൻ്റെ മോളിവിടെ പഠിച്ചുകൊണ്ടിരുന്നു. അവളും ഞങ്ങളത്തെ വെള്ളത്തിലാണെങ്കിലും ക്ലാസ് മുടങ്ങണമെന്ന് ഓർത്തുകൊണ്ട് അവൾ കടന്നു പോയി. അവളുടെ പഠനം പൂർത്തിയാക്കി. പൊളിഞ്ഞു വീഴാറായ ഈ പാലം മാത്രമാണ് അയനിമല കോളനിക്കാർക്ക് വീട്ടിലേക്ക് പോകാനുള്ള ഏക മാർഗം. മഴയൊന്നു പെയ്താൽ മലവെള്ളം പൊങ്ങിയാൽ തീർന്നു. ഉന്നതിയിലെ 8 കുടുംബങ്ങൾ പിന്നെ പുറം ലോകം കാണില്ല. പണിയ കാട്ടുനായ്ക്ക സമുദായത്തിൽപ്പെട്ട 40-ലേറെ പേരുണ്ട് ഇവിടെ. കുഞ്ഞുങ്ങൾക്ക് മഴക്കാലം സ്കൂളിൽ പോകാനാവില്ല. എന്തിന് അസുഖം വന്നാൽ ഡോക്ടറെ കാണാൻ പോലും കഴിയില്ല. വൃദ്ധരായ 2 സ്ത്രീകൾ പശുവിനെ വളർത്തി ജീവിതമാർഗം കണ്ടെത്തുന്നവരാണ്. അവർക്ക് ചീങ്ങോട് കവല വരെ പാൽപാത്രവും തൂക്കി ഈ മുളപ്പാലം കടന്നു വേണം എത്താൻ. ചിലർ വീട് വിട്ടുപോയി. കുട്ടികളുടെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്തത്. ഞങ്ങൾ ഇവിടെയായിരുന്നു ഫസ്റ്റിലെ, ഇവിടെ തന്നെയായിരുന്നു താമസം ഫുള്ളായിട്ടും. അസുഖം ഒരു മാസത്തിൽ കുറവ്, നടക്കൂല, പിന്നെ നിരങ്ങി പോവുകയുള്ളൂ. എല്ലാ കാര്യം ഞങ്ങൾ തന്നെ ചെയ്യണം. അങ്ങനെയാണ്. പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് പിന്നെ ഫോറസ്റ്റ് കടന്ന് പിന്നെ പാലത്തിലൂടെ പോകാൻ കൂട്ടിക്കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ലിപ്പാലായതുകൊണ്ട് പിള്ളേരെ എടുത്തിട്ട് പോകണ്ടേ. അപ്പം ചിലപ്പോൾ ഇങ്ങനെ അനങ്ങും ഇതൊക്കെ ആകുമ്പോൾ പിള്ളേർ പിന്നെ ഇങ്ങനെ പേടിക്കുന്നുണ്ട്. അപ്പം പാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. നവകേരള മാർച്ചിൽ നിവേദനം കൊടുത്ത് പാലത്തിന് സർക്കാർ അനുമതിയായി. പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരാതി. ആദ്യം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്നത്. അതുവരെ ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഇലക്ഷനായ മാത്രം ആൾക്കാർ ഇവിടെ കയറി ഇറങ്ങി വരുള്ളൂ. ഇതും പറഞ്ഞു അതും പറഞ്ഞു. അല്ലാണ്ട് പോയി ഒരു മനുഷ്യൻ ചാവുന്ന, രോഗിയായി കിടക്കുന്ന എന്ന് വരെ ആരും ഈ അയനിമല കോളനിക്ക് കയറി വന്നിട്ടില്ല. പഞ്ചായത്ത് അംഗത്തെ കണി കാണാനില്ല. സംസ്ഥാന സർക്കാർ അനുവദിച്ച പാലം പണിയാനുള്ള തുക ഉന്നതിയിലുള്ളവർക്ക് വീതിച്ചു കൊടുക്കാനുള്ള ആലോചനയിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണകൂടമെന്നാണ് ഉന്നതിയിലുള്ളവർ പറയുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സ്വാതന്ത്ര്യം വേറെയില്ലെന്നിരിക്കെ പണം വീതിച്ചു കൊടുക്കാൻ ഇവർക്ക് എന്തവകാശമാണ്? മഴക്കാലമായാൽ ഈ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകും. കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഈ പുഴ മറികടന്ന് വേണം സ്കൂളിലെത്താൻ. അതല്ലെങ്കിൽ തകരാറിലായ ആ മുളപ്പാലം മാത്രമാണ് ആശ്രയം. രണ്ടും അപകടനില തന്നെ. ഇനിയെങ്കിലും ഒരു പാലം വരുമെന്ന പ്രതീക്ഷയിലാണ് അയനിമല ഉന്നതിയിലെ ആളുകൾ. ക്യാമറാമാൻ അനീഷിനൊപ്പം വയനാട് നിന്നും PV ജോഷില. സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുള്ള പരാതികൾ എന്താണ്? പാലം അനുവദിക്കുന്നില്ല, എത്രയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പണം അനുവദിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ. ഇവിടെ പണവും പാലവും അനുവദിച്ചിട്ടും അത് നടപ്പിലാക്കാൻ അവിടുത്തെ MLAയും പഞ്ചായത്ത് ഭരണസമിതിയും ശ്രമിക്കുന്നില്ല എന്നതാണ് അവിടുത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതാണ് നമുക്ക് മനസ്സിലാകാത്തത്.